ിൽ പ്രാവുകൾ കൂട്ടത്തോടെ ചത്തു. പറമ്പിലും വയലിലുമായി 30-ലധികം പ്രാവുകളാണ് ചത്തത്. കടൂർ തറക്കെ പീടികയ്ക്ക് സമീപത്ത് ഇന്നലെ വൈകിട്ടാണ് സംഭവം. അർജുൻ കല്യാണ തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണൂർ മയ്യിൽ കടൂർ മേഖലയിലാണ് മാടപ്രാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയിട്ടുള്ളത്. ഏകദേശം 10-30ഓളം തന്നെ മാടപ്രാവുകൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ മേഖലയിലാകെ തന്നെ ഓരോ ഇടങ്ങളിലായി ചത്തു വീഴുകയായിരുന്നു. വീടിൻ്റെ മുകൾ ഭാഗത്തെല്ലാമായി ഇത്തരത്തിൽ പ്രാവുകൾ ചത്തു വീഴുകയാണ്. ഇപ്പോൾ പ്രദേശവാസികളിൽ ഇങ്ങനെ പലയിടങ്ങളിലായി ചത്തു കിടക്കുന്ന പ്രാവുകൾ ഇങ്ങനെ അടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം തെരുവ് നായ്ക്കൾ ഉൾപ്പെടെയുള്ള കടിച്ചു പോകുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നാട്ടുകാർ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു മേഖലയിൽ മാത്രമല്ല, ഈ പ്രദേശത്ത് തന്നെ 3-4 വീടുകളുടെ പരിസരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രാവുകൾ കൂട്ടത്തോടെ ചത്തു വീഴുന്ന ഒരു കാര്യമാണ് ഉള്ളത്. എന്തായാലും പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. ആരോഗ്യ വകുപ്പിൻ്റെ ജീവനക്കാരെല്ലാവരും തന്നെ അല്പസമയത്തിനകം ഇവിടത്തേക്ക് എത്തുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയ സംഭവം എന്തായിരുന്നു സംഗതി? ഇന്നലെ ഉച്ചയോട് കൂടിയാണ് നമ്മൾ വീട്ടിൻ്റെ തട്ടും പുറത്തും ഇറയത്ത് മുറ്റത്തൊക്കെ ആയിട്ട് പ്രാവ് ചത്തു വീണ് കണ്ടത്. അപ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. മോനും വീട്ടിലമ്മയായിരുന്നു വിളിച്ചറിയിച്ചത്. എടുത്ത് നശിപ്പിക്കേണ്ട, കൈകൊണ്ടൊന്നും തൊടണ്ട, എന്തെങ്കിലും രോഗമായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആരും അടുത്ത് പോയതൊന്നുമില്ല. വൈകുന്നേരം ഞാൻ വന്നതിൻ്റെ ഭാഗമായി ഞാൻ ഉടനെ തന്നെ ആരോഗ്യവകുപ്പിലും മൃഗസംരക്ഷണ വകുപ്പിലും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഒന്നാം വിള വിത്തിരുന്ന സമയമാകുമ്പം പല മേഖലയിൽ നിന്നും പ്രാവുകൾ വരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കതിനെപ്പറ്റി അറിയില്ല. അത് മാത്രമല്ല, ഈ ചത്ത് വീണ പ്രാവിൻ്റെ വായിന്ന് ചെറിയൊരു നീര് പോലുള്ള സംഭവങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ളതാണോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആരോഗ്യവകുപ്പിലും മൃഗസംരക്ഷണ വകുപ്പിലും അറിയിച്ചിട്ടുള്ളത്. പ്രദേശവാസികൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരാശങ്കയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ പണ്ട് കാണുന്നത് ലൈനും തട്ടിയിലാണ് പ്രാവുകൾ വീണിട്ടാണ് അപൂർവമായിട്ട് കാണൽ. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ട് ഈ പ്രദേശത്തെ ആകെ അമ്പരിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പം വെറ്റിനറി സർജനും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, വിവരം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ രീതിയിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നീക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആശങ്ക തീരുകയുള്ളൂ എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ഈ പല മേഖലയിലും കഴിഞ്ഞ 2-3 വർഷങ്ങളായി നിപ്പ വൈറസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ വടകര പ്രദേശങ്ങളിലെല്ലാം ഇങ്ങനെ വവ്വാലുകൾ കൂട്ടത്തോടെ ചത്തുപോവുക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വേഗത്തിൽ തന്നെ ഇതിനകത്തൊരു ഇതുണ്ടാവണം എന്നല്ലേ നാട്ടുകാരുടെ ആവശ്യം? അതെ, നാട്ടുകാരുടെ ആവശ്യം ഇതാണ്. അപ്പോൾ നമ്മൾ താറാവ് ഇപ്പോൾ അതിലെ കൂട്ടത്തോടെ ഇതുണ്ട്. നിപ്പ വൈറസും കാര്യങ്ങളായിട്ടുള്ള വവ്വാലി ഉൾപ്പെടെ എല്ലാം ബാധിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ആശങ്കയിലാണ്. കുട്ടികളും എല്ലാം ഈ പ്രദേശത്ത് കളിക്കുന്ന കാര്യങ്ങളുള്ളതാണ്. വലിയ ആശങ്കയിലുള്ളത്. വെറ്റിനറി സർജൻ കാര്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നീക്കണം എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഒരു പേടിയുണ്ടല്ലോ, എല്ലാവർക്കും പേടിയുണ്ട്. എന്നാന്ന് സംഭവിക്കുന്ന അറിയില്ലല്ലോ. പിന്നെ എല്ലാവർക്കും ഈ രോഗം ഉണ്ടല്ലോ ഇപ്പോൾ, അതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി, ഒരു ഭയപ്പാടലാണുള്ളത്. എല്ലാവരും ഭയപ്പാടിലുള്ള. എന്നാന്ന് അറിയില്ലല്ലോ. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയ്ക്കാലായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാവർക്കും ഈ രോഗം ഉണ്ട് ഇപ്പോൾ, അതുകൊണ്ട് എനിക്ക് ഒരു പേടി. വീടിൻ്റെതായോ മാത്രമല്ല, പലയിടങ്ങളിലാണ് ഈ പ്രാവുകൾ ഇങ്ങനെ ചത്തു വീഴുന്നത്. അതായത് ചിലയിടങ്ങളിൽ വീടിൻ്റെ മുകളിലാണ്, ചിലയിടങ്ങളിൽ വീടിൻ്റെ വരാന്തയിലാണ്, ചിലയിടങ്ങളിൽ പറമ്പിലാണ്, വയലിലാണ്. അങ്ങനെ പലയിടങ്ങളിലാണ് ഈ പ്രാവുകൾ ചത്തു വീഴുന്നത് എന്നതും വലിയ തോതിൽ നാട്ടുകാർക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യ വകുപ്പിൻ്റെയും വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജീവനക്കാർ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവർ എത്തി പരിശോധന നടത്തി വളരെ പെട്ടെന്ന് ഇതിനകത്ത് എന്താണ് ഇങ്ങനെ പ്രാവുകൾ ചത്തു വീഴാനുള്ള കാരണമെന്ന് അറിയണം എന്നുള്ള ഒരു ആവശ്യമാണ് നാട്ടുകാർ പങ്കെടുക്കുന്നത്. നാട്ടുകാർ എന്തായാലും വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഈ മേഖലയിൽ തുടരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ദിനേശ് ചെറുവഴിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.